ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ കുറച്ച് കറച്ചി മേടിച്ചേ, ചെറിയ കക്കറച്ചി കേട്ടോ. അപ്പം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ. അത് ചീനച്ചട്ടി വെച്ചിരിക്കുവാണ്, എണ്ണ ഒഴിച്ചു, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കറച്ചിയാണ്. അത് ഓൾറെഡി വെന്തതാണ്. പണ്ടൊക്കെ ഞാനതിനെ തിളപ്പിച്ച് ഊറ്റി കഴുകിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അത് റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഒരാളിങ്ങനെ പറഞ്ഞു തന്നു, അത് ഓൾറെഡി വെന്താണ് വരുന്നത്, തിളപ്പിച്ച് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് കഴുകിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടുകൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. കടുകിട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി സവോളയെല്ലാം നല്ല സെറ്റാക്കി. ഞാൻ പച്ചമുളക് ചേർക്കാറില്ല കേട്ടോ, മുളക് പൊടി ചേർക്കും. മീറ്റ് മസാലയോ ചിക്കൻ മസാലയാണ് കൂടുതലും നല്ലത്. എന്നാന്ന് വെച്ചാൽ കക്കറച്ചിയെ നല്ല കളറ് കിട്ടും. പക്ഷേ മീറ്റ് മസാല ചേർക്കുമ്പോൾ നമുക്ക് അത്രയും കളറ് കിട്ടാറില്ല കേട്ടോ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് വഴട്ടി പൊടികളെല്ലാം അങ്ങോട്ട് ചേർത്ത് ചെറു തീയിൽ നന്നായിട്ട് പിഴിഞ്ഞ് വേണം നമ്മൾ കക്കറച്ചി ഇടാൻ കേട്ടോ. കക്കറച്ചി ഇഷ്ടപ്പെട്ടോ അമ്മ വെച്ചത്? അപ്പോൾ അതേ കക്കറച്ചി കല്ലൂനും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂപ്പറായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കല്ല, വൈകുന്നേരത്തേക്ക് കക്കറച്ചി റോസ്റ്റ്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെന്താണ് കായും വഴുതനങ്ങായും എല്ലാം കൂടെ കൂട്ടി ഒരു തോരനുമുണ്ട്. അതൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് ഊണൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെയായി? എല്ലാ ഓണമൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എന്തേ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഓണപ്പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഓണപ്പരിപാടിയാണ് നാളെ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ആയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് പിഴിഞ്ഞ് വേണം കേട്ടോ നമ്മൾ കക്കറച്ചി ഇടാൻ വേണ്ടിയിട്ട്. തീരെ ചെറുതായതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. വലുതാണെങ്കിൽ നമ്മൾ അതിനെ അഴുക്കൊക്കെ ഞെക്കിക്കളയണം. ഞങ്ങളെപ്പോഴും ചെറുതേ വാങ്ങിക്കാറുള്ളൂ, അതാണ് ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും കക്കറച്ചി റോസ്റ്റ് അടിപൊളിയായിട്ട് കക്ക നല്ലതായിട്ട് പിഴിഞ്ഞ് പൊടികൾക്കകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ച് ചെറു തീയിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. ആവി കയറി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂകി നല്ലതായിട്ട് സൂപ്പറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണോ കക്കറച്ചി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു. അപ്പം ഞാനിത് വാങ്ങിച്ചപ്പോൾ അവളെ ഓർത്തായിരുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ, ഇനിയിപ്പോൾ അവൾക്കൊരു ദിവസം വാങ്ങിച്ച് കൊടുക്കണം കക്കറച്ചി. അപ്പം കക്കറച്ചി നല്ല അടിപൊളിയായിട്ട് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം കുറച്ച് നേരത്തേക്ക്. വെച്ചു നമ്മൾ കക്കറച്ചി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കി നല്ലതായിട്ടൊന്ന് ഇളക്കി. ഇതേതുകൊണ്ടാണ് കളറ് വന്നാൽ കണ്ടോ. പക്ഷേ മീറ്റ് മസാല ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും കളറ് കിട്ടാറില്ല. അപ്പം എപ്പോഴും കക്കറച്ചി റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ മസാല ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ആവി കയറി നിന്നിട്ട് കുറച്ച് സമയം കൂടെ നമുക്ക് ആവി കയറ്റി, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് സമയം കൂടെ കുറച്ച് എണ്ണയും കൂടെ തൂകി, കരിയാപ്പിലയൊക്കെ ഇതിനകത്ത് ഇടയ്ക്കിടണം കേട്ടോ, ഞാനതൊന്നും കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾ കരിയാപ്പിലയും നല്ല അടിപൊളിയായിട്ടിട്ട് കുരുമുളകും ചേർക്കണേ, അതും ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ സെറ്റായിട്ടുണ്ട് നമ്മൾ കക്ക റോസ്റ്റ്.